ഹലോ, ഈ മഴയത്ത് വലിയ ക്രാഫ്റ്റുകളൊന്നും വേണ്ട, പശ വേണ്ട, പേപ്പർ വേണ്ട, ഒന്നും വേണ്ട. കുറച്ച് പേപ്പർ പിൻ ഉണ്ടോ, സംഭവം കിടുവാണ് കേട്ടോ. പേപ്പർ പിൻ എടുക്കുക, ഇങ്ങനെ ജസ്റ്റ് ഈ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. അത്യാവശ്യം കുറച്ച് ശക്തി വേണ്ട പരിപാടിയാണ്. അപ്പം നമുക്കൊരു ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടും. അങ്ങനെ പേപ്പർ ക്ലിപ്പ് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചും കൂടെ എസ്തെറ്റിക് ആണ്. നമ്മുടെ അസൈൻമെന്റ്സിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചാലൊക്കെ സംഭവം അടിപൊളിയാകും. പക്ഷേ ഹൈലൈറ്റ് ഇതല്ല, ഈ ഒരു ബ്ലൂ കളർ ഹാർട്ട് ഉണ്ടാക്കിയ പോലെ വേറെ ഒന്നും ശരിയായില്ല കേട്ടോ. ഞാൻ കുറേ നേരമായി ഈ പേപ്പർ ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കുന്നു, പക്ഷെ സംഭവം പാളിപ്പോവാണ്. ഏതായാലും പുറത്തൊക്കെ നല്ല മഴയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സും അതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റുക. അങ്ങനെ കുറേ നേരം വളച്ചും തിരിച്ചും മറ്റേ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ആൻ എറ്റേണിറ്റി ലേറ്റർ ആയപ്പോൾ ഇതിങ്ങനെയായി. വേറെ വല്ല പണിക്കും പോകാമെന്ന് ആലോചിച്ചിരുന്നിട്ട് അങ്ങനെ തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. വളഞ്ഞ രണ്ട് ഭാഗവും മേലോട്ട് മടക്കി കൊടുക്കുക, അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. അപ്പം നമുക്ക് അപ്പുറത്തെ സൈഡിലൊരു ഹാർട്ട് ഷേപ്പ് കിട്ടും. പിൻട്രസ്റ്റിൽ ചേച്ചി ചെയ്തപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഹാർട്ടൊക്കെയാണ്, പക്ഷെ എനിക്ക് ക്യൂട്ട് പോയിട്ട് ഹാർട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കൊളാക്കിയതാണ് ഈ പേപ്പർ ക്ലിപ്പുകളെല്ലാം. എന്നാലും ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം, ചിലപ്പോൾ ശരിയായാലോ. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഒന്നുകൂടെ ഏകദേശം ഹാർട്ട് ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഇങ്ങനെ വാൾ പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ബോർഡറായിട്ട് ഇങ്ങനെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാകും. വൈറ്റിലും ബ്ലാക്കിലും അങ്ങനെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ 4 പേപ്പർ ക്ലിപ്പ് ഹാർട്ടുകൾ ഉണ്ടാക്കി ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്.